ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ പുതിയൊരു ചരിത്രം പിറന്നിരിക്കുന്നു. തുടർച്ചയായ 4ാം തവണയും ലീഗ് ജേതാക്കളായി മാഞ്ചസ്റ്റർ സിറ്റി ചരിത്രമെഴുതി. അവസാന മാച്ച് ഡേ വരെ ചാമ്പ്യന്മാർ ആരെന്ന കാര്യത്തിൽ തീരുമാനമാകാതിരുന്ന ലീഗിൽ ഒടുവിൽ ബ്ലൂ മൂൺ തന്നെ ഉദിച്ചു. വെസ്റ്റ് ഹാം യുണൈറ്റഡിനെ 3-1 തകർത്തായിരുന്നു പെപ് ഗാർഡിയോളയുടെയും സംഘത്തിൻ്റെയും വിജയം. കളിയുടെ 2ാം മിനിറ്റിൽ ഫിൽ ഫോദൻ്റെ മാസ്മരിക ഗോളിലൂടെ സിറ്റി മുന്നിലെത്തി. ഫോദൻ തന്നെ 18ാം മിനിറ്റിലും ലക്ഷ്യം കണ്ടു. റോഡ്രിയുടെ വകയായിരുന്നു 3ാമത്തെ ഗോൾ. 38 മത്സരങ്ങളിൽ നിന്നും 91 പോയിന്റുമായാണ് സിറ്റി കിരീടം ചൂടിയത്. ലീഗിൽ 2ാമതെത്തിയ ആഴ്സണൽ ഈ വർഷം കാഴ്ചവെച്ചത് ഭേദപ്പെട്ട പ്രകടനമാണ്. കഴിഞ്ഞ സീസണിൽ 84 പോയിന്റായിരുന്നു ആഴ്സണലിൻ്റെ സമ്പാദ്യമെങ്കിൽ ഈ വർഷം അത് 89 പോയിന്റാണ്. 32ാം മാച്ച് ഡേയിൽ ആസ്റ്റൺ വില്ലയോടേറ്റ തോൽവിയാണ് ആഴ്സണലിന് വിനയായത്. ഇതിനുശേഷം ആഴ്സണൽ ശക്തമായി തിരിച്ചു വന്നെങ്കിലും അവസരം കാത്തുനിന്ന സിറ്റിക്ക് പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. കിരീട സാധ്യതയിൽ മുന്നിലുണ്ടായിരുന്ന ലിവർപൂളിനേറ്റ തിരിച്ചടിയും പെപ്പനും കൂട്ടർക്കും തുണയായി. കഴിഞ്ഞ വർഷം ഡിസംബർ 6-നാണ് പ്രീമിയർ ലീഗിൽ സിറ്റി അവസാനമായി പരാജയപ്പെട്ടത്. അതിനുശേഷം 23 മത്സരങ്ങളിൽ അപരാജിത കുതിപ്പ് നടത്തിയാണ് സിറ്റിയുടെ കിരീടധാരണം. കമ്മ്യൂണിറ്റി ഷീൽഡിൽ ആഴ്സണലിനോട് പരാജയപ്പെട്ടുകൊണ്ടാണ് മാഞ്ചസ്റ്റർ സിറ്റി സീസൺ ആരംഭിച്ചത്. ഇടയ്ക്ക് സൂപ്പർ താരം കെവിൻ ഡി ബ്രൈൻ പരിക്ക് പറ്റി പുറത്തുപോയത് ടീമിനെ ബാധിച്ചിരുന്നു. അർജന്റീൻ സ്ട്രൈക്കർ അൽവാരസിനെ ഉപയോഗിച്ചായിരുന്നു പെപ് ഡി ബ്രൈൻ്റെ വിടവ് നികത്തിയത്. ഫിൽ ഫോദനായിരുന്നു ഇക്കുറി സിറ്റിയുടെ തുറുപ്പുചീട്ട്. ഗോളടിപ്പിച്ചും ഫോദൻ മിന്നിയപ്പോൾ ഇംഗ്ലീഷുകാരനെ പ്രീമിയർ ലീഗിലെ ഈ സീസണിലെ താരമായും തെരഞ്ഞെടുത്തു. നോർവേക്കാരൻ എർലിംഗ് ഹാളണ്ടാണ് സിറ്റിയുടെ മറ്റൊരു വജ്രായുധം. 27 ഗോളുകൾ നേടിയ ഹാളണ്ട് പ്രീമിയർ ലീഗിൽ ഗോൾഡൻ ബൂട്ട് പുരസ്കാരം തൻ്റെ പേരിലാക്കി. ഡിഫൻസീവ് മിഡ്ഫീൽഡർ റോഡ്രിയുടെ പ്രകടനവും നിർണായകമാണ്. പെപ് ഗാർഡിയോളയുടെ പദ്ധതികളെല്ലാം കിടക്കുന്നത് റോഡ്രിക്ക് ചുറ്റിലുമായാണ്. മധ്യനിരയിൽ ബെർണാഡോ സിൽവ, പ്രതിരോധത്തിൽ റൂബൻ ഡയസ്, ജോസ്കോ ഗാർഡിയോൾ, കൈൽ വാക്കർ എന്നിവരും മികച്ച പ്രകടനം പുറത്തെടുത്തു. ഈ സീസണിൽ ടീമിലെത്തിയ ജെറമി ഡോക്കു ലെഫ്റ്റ് വിംഗിൽ തന്റെ സാന്നിധ്യം കൃത്യമായി അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഓസ്കാർ ബോബ്, റിക്കോ ലൂയിസ് എന്നീ യുവതാരങ്ങളെ പെപ് ഗാർഡിയോള മികച്ച രീതിയിൽ ഉപയോഗിക്കുകയും ചെയ്തു. കഴിഞ്ഞ 7 സീസണുകളിലെ കണക്കെടുത്ത് നോക്കിയാൽ മാഞ്ചസ്റ്റർ സിറ്റിയുടെ 6ാം കിരീടമാണിത്. സിറ്റിയുടെ മാത്രമല്ല, അവരുടെ മാനേജർ പെപ് ഗാർഡിയോളയുടെയും. 2020 മാത്രമാണ് പെപ്പിനും സംഘത്തിനും അടിതെറ്റിയത്. 2016-ലായിരുന്നു ഗാർഡിയോള സിറ്റിയുടെ മാനേജറായി ചുമതലയേറ്റത്. ആദ്യ സീസണിൽ ഗാർഡിയോളയ്ക്ക് നിരവധി വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിരുന്നു. ഗാർഡിയോള പരിശീലിപ്പിച്ച മുൻ ക്ലബ്ബുകളായ ബാഴ്സലോണ, ബയൺ മ്യൂണിക്ക് എന്നീ ക്ലബ്ബുകളെ പോലെ എളുപ്പത്തിൽ സിറ്റിയെ പരിശീലിപ്പിക്കാൻ കഴിയില്ല എന്നതായിരുന്നു പ്രധാന വിമർശനം. സിറ്റി കളിക്കുന്നത് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലാണ് എന്ന കാരണമാണ് വിമർശകർ പ്രധാനമായും ഉയർത്തിയത്. ഗാർഡിയോളയുടെ ടിക്കി ടാക്ക ശൈലി കാലഹരണപ്പെട്ടതാണെന്നും വിമർശനമുയർന്നു. എന്നാൽ പിന്നീട് തുടർച്ചയായി കിരീടങ്ങൾ നേടിക്കൊണ്ട് ഗാർഡിയോള മറുപടി കൊടുത്തു. ആ മറുപടി ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. ഒരിക്കൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഇതിഹാസ പരിശീലകൻ അലക്സ് ഫെർഗൂസൺ മാഞ്ചസ്റ്റർ സിറ്റിയെ വിശേഷിപ്പിച്ചത് സംടൈംസ് നെയ്ബേഴ്സ് ആർ നോയ്സി എന്നായിരുന്നു. യുണൈറ്റഡ് ആരാധകരും നോയ്സി നെയ്ബേഴ്സ് എന്ന് വിളിച്ചായിരുന്നു സിറ്റിയെ പരിഹസിച്ചിരുന്നത്. എന്നാൽ ഇന്ന് ആ ബഹളമുണ്ടാക്കുന്ന അയൽപ്പക്കക്കാരുടെ പക്കൽ 10 പ്രീമിയർ ലീഗ് ടൈറ്റിലുകളുണ്ട്. അന്ന് 94-ാം മിനിറ്റിൽ അഗ്വേറോ എഴുതി ചേർത്ത ചരിത്രം ഇന്ന് ഫോദനും ഹാൾഡുമൊക്കെ ചേർന്ന് കൂട്ടിയെഴുതുകയാണ്. 2008-ൽ പുതിയ ഉടമകൾ എത്തിയതിന് പിന്നാലെയായിരുന്നു സിറ്റി അവരുടെ സുവർണ്ണ കാലഘട്ടത്തിന് തുടക്കമിട്ടത്. ബുണ്ടസ് ലീഗയിലും സീരിയയിലും ഉൾപ്പെടെ ചാമ്പ്യന്മാർ മാറി വരുമ്പോൾ ഏറ്റവും ശക്തമായ കോമ്പറ്റീഷൻ നടക്കുന്ന ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ മാഞ്ചസ്റ്റർ സിറ്റിയുടെ അപ്രമാദിത്വം തുടരുകയാണ്.